ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. നമ്മുടെ നാട്ടിൻപുറത്ത് ഉണ്ടാവുന്ന റോസ് ചെടികളുണ്ടല്ലോ, അതിനകത്ത് പൂവിന് ഒരു പ്രത്യേക സ്മെല്ല് ഉണ്ടാവുമല്ലേ. ഈ ഹൈബ്രിഡ് റോസസിനൊന്നും അങ്ങനത്തെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടാറില്ല. ഇനി സ്മെല്ല് ഉണ്ടാവുന്ന കരുതി ഓടിപ്പോയിട്ട് അങ്ങ് സ്മെല്ല് ചെയ്ത് നോക്കാൻ പോകരുത്. ഇതേപോലുള്ള വില്ലന്മാരുണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ നടന്നു വരുമ്പോഴേക്കും ഈ പുഴുക്കളൊക്കെ ചിന്തിക്കുക മിക്കവാറും അവള് വരുന്നുണ്ട്, നമ്മളിപ്പോൾ പിച്ചെടുത്ത് താഴെ ഇടും, അങ്ങനെയായിരിക്കും. എപ്പോഴൊക്കെ ഞാൻ റോസാ ചെടികളുടെ അടുത്ത് പോവാറുണ്ടോ അപ്പോഴൊക്കെ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പുഴുക്കളെ എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു രോമം നമ്മുടെ മേത്ത് തട്ടിയാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് മാന്തലും ചൊറിച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ നടക്കാം. അതുകൊണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ റോസാപ്പൂവിനെയൊക്കെ സ്നേഹിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോട്ടോ. എല്ലാത്തിലും കാണും, കാരണം ഇതിൻ്റെ ആ ഒരു മുട്ടുണ്ടല്ലോ, അതിന് നല്ല ഒരു മധുരം ഉണ്ടാവും. ഇല മാത്രമല്ല, ആ മുട്ടും അതുങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങളുടെ ഞായറാഴ്ച പരിപാടികൾ? എല്ലാവരും ഹാപ്പി ആണോ? അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.